ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ലിബിയ അന്ന ബിനോയ്. ഞാൻ കോട്ടയം ജില്ലയിൽ പാലാ രൂപതയിൽ മാവടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2024 ഏപ്രിൽ 8-ാം തീയതിയാണ്. ഞാനൊരു BSc നഴ്സാണ്. ഞാൻ OET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് മുന്നായി ഞാൻ ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് OET എക്സാം എഴുതി. ആദ്യത്തെ അറ്റംപ്റ്റിൽ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്ന് പ്രാർത്ഥനയെല്ലാം കണ്ടിന്യൂസ് തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ആദ്യത്തെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എനിക്ക് അങ്ങനെ ഡേറ്റുകളും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്കൊരു ഡേറ്റ് തരണേ എന്നിങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ബൈബിൾ വായിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് 13 എന്നുള്ളൊരു ഡേറ്റ് കിട്ടി. ആ ഡേറ്റ് ഞാൻ എടുത്തു. രണ്ടാമത്തെ അറ്റൻറ്റ് എഴുതി. ഞാൻ അതിന് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തരണേ എന്നിങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ എക്സാം സെൻറ്ററിൽ ചെന്നപ്പോഴത്തേക്കും മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പായി. അങ്ങനെ ധൈര്യപൂർവ്വം ഞാൻ OET എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയില്ല, രണ്ടാമത്തെ അറ്റൻറ്റിലും കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ ഞാൻ വിശ്വാസത്തോടെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പുതുക്കലിന് ഇവിടെ വന്നു. രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മമ്മീനെ ഒരു ഏജൻസി ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തു. മാൾട്ടയിലേക്കുള്ളൊരു ഏജൻസിയാണ്. എൻ്റെ ഇപ്പോഴത്തെ OET സ്കോർ വെച്ച് എനിക്കിപ്പോൾ പോകാൻ പറ്റും. ഒരു ഹെൽത്ത് മാർക്കിൻ്റെ അണ്ടറിലുള്ളൊരു ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയാണ് എന്നിങ്ങനെ പറഞ്ഞു. ആദ്യം ഞങ്ങൾ ഏജൻസിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര നമുക്ക് താങ്ങാൻ പറ്റുന്ന എമൗണ്ട് അല്ലാത്തതുകൊണ്ട് 12-13 ലക്ഷം രൂപയ്ക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമുക്കത് അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് നമ്മളത് വിട്ടിരുന്നു. പിന്നെ ഈ ഏജൻസിയിൽ അധികം പൈസയില്ല, പിന്നെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ആയതുകൊണ്ട് നമ്മളിത് പ്രൊസീഡ് ചെയ്തു. മാതാവായിട്ട് കൊണ്ടുതന്ന ഏജൻസിയാണിത്. അങ്ങനെ നമ്മളിത് പ്രൊസീഡ് ചെയ്തു. എല്ലാ പേപ്പർ വർക്കും നടന്നു. എല്ലാം നടക്കുമ്പോഴും എല്ലാത്തിനും കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിശ്വാസം കൈവിടാതെ മാതാവിനോട് കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ വിസ സബ്മിഷൻ്റെ ഡേറ്റ് എടുത്തു. വിസ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാവർക്കും 1 മന്തിനുള്ളിൽ വിസ കിട്ടുന്നതാണ്. പക്ഷേ എനിക്ക് 1 മന്തിനുള്ളിൽ കിട്ടിയില്ല. ഞാൻ അപ്പം മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, അമ്മേ എനിക്ക് മാത്രം കിട്ടിയില്ല, എല്ലാവർക്കും 1 മന്ത് ആയപ്പോഴത്തേക്കും കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് 7 എന്നുള്ളൊരു ഡേറ്റ് ഇങ്ങനെ മാതാവ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനൊത്ത് ജൂൺ 7-ാം തീയതി ആയിരിക്കും എന്ന് വിചാരിച്ച് ജൂൺ 7-ാം തീയതി വിസ വരാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു. പക്ഷേ ജൂൺ 7-ാം തീയതി വിസ വന്നില്ല. അപ്പോഴെനിക്ക് സങ്കടം വന്നു. പക്ഷേ സങ്കടം വന്നെങ്കിലും ഞാൻ വിശ്വാസം കൈവിട്ടില്ല. വീണ്ടും കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ജൂലൈ 7-ാം മാസം മാതാവ് എനിക്ക് വിസ തന്നു. പൈസയുടെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു. അപ്പം നമ്മളോട് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ചോദിക്കുമായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ തരാമെന്ന് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങനെ പറഞ്ഞു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ എല്ലാവരും വന്ന് പറഞ്ഞത്. ഞാൻ 26-ാം തീയതി മാൾട്ടയ്ക്ക് പോവുകയാണ്. പിന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കരമായൊരു വയറുവേദന വന്നു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ സിസ്റ്റാന്ന് പറഞ്ഞു. ആദ്യം സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ സൈസ് 3.4 ആയിരുന്നു. രണ്ടാമത് വീണ്ടും സ്കാൻ ചെയ്തപ്പം സൈസ് വീണ്ടും ഇൻക്രീസ് ചെയ്തു, 5.9 ആയി. അപ്പോൾ ഡോക്ടർ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടപ്പോഴത്തേക്കും ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, മെഡിസിൻസ് വേണമെങ്കിൽ എടുക്കാം, സർജറി ഇപ്പോൾ ചെയ്യേണ്ട, കാരണം ചെറുതല്ലേ, ഇപ്പോൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഹോർമോണൽ ടാബ്ലറ്റും ഇഞ്ചക്ഷനും ഒക്കെയാണ് തന്നിരുന്നത്. പക്ഷേ നമ്മളത് വേണ്ടെന്ന് വെച്ചു. മാതാവിൻ്റെ തൈലും ഉപ്പും വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വരുന്നതിന് 2-3 ദിവസം മുന്നേ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും സൈസ് 3.9 ആയിട്ട് കുറഞ്ഞു. ഞാൻ മെഡിസിൻസ് ഒന്നും എടുത്തിട്ടില്ല, ആകെ മാതാവിൻ്റെ തൈലവും തേനും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാനാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളുടെ പള്ളിയുടെ അവിടെ പോകുമ്പം വഴിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. അവർക്ക് ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയങ്ങളിൽ പോകുമായിരുന്നു. ആരെങ്കിലും എൻ്റെ കയ്യിൽ മുന്നിൽ വന്ന് കൈ നീട്ട് ഞാൻ അവരെ ഒരിക്കലും ഉപേക്ഷിക്കാറില്ല. എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ കൊടുത്ത് സഹായിക്കുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ എല്ലാ വീടുകളിലും കയറി കൊടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ മാതാവിൻ്റെ രൂപങ്ങളൊക്കെ തിരുഹൃദയം, റോസാപ്പൂ, അങ്ങനെ രൂപങ്ങളെല്ലാം ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാനത് വീടുകളിൽ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ പറയും, മാതാവിൻ്റെ രൂപമാണിത്, എല്ലാവരും പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം, കൃപാസനം എന്നുള്ള പള്ളിയുണ്ട്, എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. 33-ാം സങ്കീർത്തനം 11-12 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ പദ്ധതികൾ ശാശ്വതമാണ്, അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നിലനിൽക്കുന്നു. കർത്താവ് ദൈവവുമായുള്ള ജനവും
കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നവനിൽ വളരെ വിശ്വസ്തനാണ്. ഉടമ്പടി ജീവിക്കുന്നത് വഴിയായി ദൈവം തൻ്റെ വിശ്വസ്തയോടെ തൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റുമ്പോൾ നാം വിശ്വസ്തയോടെ നമ്മുടെ ഉടമ്പടി പാലിക്കുന്നതിലാണ് ദൈവവും ഞാനുമായിട്ടുള്ള ആ ബന്ധം വളരെ ആഴപ്പെടുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഇവിടെ ലിബിയ എന്ന മകൾ OET എക്സാം ഒരു വലിയ ബുദ്ധിമുട്ടായി, പരീക്ഷയിൽ തോൽക്കുമെന്നുള്ള ഒരു ഭയത്തോടു കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും വിസ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ 1 മാസമായിട്ടും എനിക്ക് വിസ വന്നില്ലല്ലോ എന്ന് ആകുലപ്പെട്ടിരിക്കുമ്പോഴാണ് മാൾട്ട ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വിസ വന്നിരിക്കുന്നത്. സുഗന്ധാഭിഷേകത്തോടുകൂടി വലിയ സാമീപ്യം നൽകിയ ഒരു സാക്ഷ്യമാണിത്. ലിബിയ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്, എനിക്ക് ജൂലൈ 7 എന്നൊരു ഡേറ്റ്, ഒരു നമ്പർ പരിശുദ്ധ അമ്മ നൽകി. വളരെ കൃത്യമായി തന്നെ 7 എന്ന നമ്പർ, 7 എന്ന നമ്പർ വളരെ കൃത്യമായി ജൂലൈ 7 തന്നെ ഈ മകൾക്ക് മാൾട്ട വിസ ലഭിക്കുകയും ഇപ്പോൾ മാൾട്ടയിലേക്ക് പോകാനായിട്ട് ഒരുങ്ങിയിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഉടമ്പടിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ ഭാരങ്ങളെയും, വളരെ വിഷമം പിടിച്ച എല്ലാ കാര്യങ്ങളെയും പരിശുദ്ധ അമ്മ ലഘൂകരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ മകൾക്ക് ലെഫ്റ്റ് ഓവറിൽ ഒരു സിസ്റ്റ് ഉണ്ടായപ്പോൾ അത് എൻലാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ലിബിയയ്ക്ക് വളരെ വിശ്വാസമുണ്ടായിരുന്നു, ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാൽ എൻ്റെ ഏത് അപാകതകൾക്കും എൻ്റെ എല്ലാ അസ്വസ്ഥതകൾക്കും ഈ നേർച്ച വസ്തുക്കൾക്ക് സൗഖ്യം തരാനായി സാധിക്കും. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈശോയിൽ നിന്ന് ഒരു വലിയ സൗഖ്യം നേടിത്തരുമെന്ന് ലിബിയയ്ക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ഉടമ്പടിയിൽ ഉറച്ചു ജീവിക്കുന്നവരുടെ വിശ്വാസമാണ് ഇന്നൊരു വലിയ സാക്ഷ്യമായി നിൽക്കുന്നത്. ലിബിയ കണ്ടിന്യൂസായി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെ നിന്ന് സിസ്റ്റ് നീക്കം ചെയ്യപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും നമ്മുടെ എല്ലാ ആകുലതകളിലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കാനായിലെ വിവാഹം പോലെ ഇന്നും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അവർക്ക് ജോലിയില്ല, അവർക്ക് വീടില്ല, അവർക്ക് വഴിയില്ല, അവർക്ക് വെളിച്ചമില്ല, അവരുടെ അസ്വസ്ഥതകളാണ്, അവർക്ക് രോഗമാണെന്നെല്ലാം എപ്പോഴും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാധ്യസ്ഥതയ്ക്കും എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.